ഇന്ന് ഈ കാണുന്ന കുന്നും മലയെല്ലാം കയറി വേണം യാത്ര ചെയ്യാനായിട്ട്. നിങ്ങൾ ഒരു യാത്ര ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടു മറന്ന സ്ഥലങ്ങളുമായിട്ട് ചില സ്ഥലങ്ങൾക്ക് വളരെയധികം സാമ്യം തോന്നും. എനിക്ക് ഈ സ്ഥലം കാണുമ്പോൾ വയനാട് ചുരമാണ് ഓർമ്മ വരുന്നത്. നമ്മളെ പാൽച്ചുരവും അതുപോലെ തന്നെ നെടുമ്പൊഴി ചുരം, പിന്നെ താമരശ്ശേരി ചുരം, നമ്മളെ കുറേ ചുരങ്ങളുണ്ടല്ലോ നമ്മളെ നാട്ടിൽ. അതൊക്കെ ഓർമ്മ വരും നമ്മളിതിൽ സഞ്ചരിക്കുമ്പോൾ. ഈ വഴി ജീസാനിലേക്ക് പോകുന്ന വഴിയാണ്, ഷോർട്ടാണ്. ശരിക്കും നല്ല റോഡുണ്ട്, കുറച്ച് ദൂരം കൂടുതലായതുകൊണ്ട് ഇതിലേക്ക് കയറുന്നതാണ്. പക്ഷേ ഇതിലേക്ക് കയറുന്ന യാത്ര അത്ര സുഖകരമല്ല. ശ്രദ്ധിച്ച് പോയില്ലെങ്കിൽ വലിയ അപകടങ്ങളുണ്ടാവും. കാരണം അപ്പുറത്തും ഇപ്പുറത്തെല്ലാം ചുരങ്ങളും കൊക്കകളുമാണ്. താഴ്വാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാലേ നമുക്കൊരു ഷോപ്പൊക്കെ കാണാൻ പറ്റും, വിശ്രമിക്കാൻ പള്ളി അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ ജീസാനിൽ എത്തുന്നതിന് മുമ്പ് 2 വലിയ ചുരങ്ങൾ നമ്മൾ ഇറങ്ങേണ്ടതായിട്ടുണ്ട്. ഈ ചുരം ഇറങ്ങുമ്പോഴാണ് സത്യത്തിൽ എനിക്ക് ചെറിയൊരു ഭയം തോന്നിയത്. കാരണം നമ്മൾ ഫസ്റ്റ് ഗിയറിലല്ലാണ്ട് ഇതിൽ ഇറങ്ങാൻ പറ്റില്ല. ഇനി ചുരത്തിൻ്റെ നടുക്കുന്ന ഗിയർ മാറിയാൽ ക്ലച്ച് പിടിച്ച് കഴിഞ്ഞാൽ വണ്ടി ബ്രേക്ക് ഔട്ടിയാലും കിട്ടില്ല. ഞാനപ്പോൾ ചിന്തിച്ചു തിരിച്ച് ഇതിലേ വരണ്ടാന്ന്. കാരണം തിരിച്ച് ഈ ഇറങ്ങിയതൊക്കെ പിന്നെ കയറേണ്ടി വരും. അതുമല്ല, പോകുന്ന വഴിക്ക് തന്നെ ചില വണ്ടികൾ ചുരം കയറാൻ പറ്റാണ്ട് അവിടെ നിൽക്കുന്നത് ഞാൻ കണ്ട്. അപ്പം എനിക്ക് തോന്നി തിരിച്ച് ഇതിലേ വരുന്നത് ശരിയല്ല എന്ന് ഞാൻ വേറെ വഴി, അബഹ വഴിയാണ് തിരിച്ച് ദഹ്റാനിലേക്ക് പോയത്. പക്ഷേ നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് ഈ മലകളും കുന്നുകളും അതിൻ്റെ സൈഡ് കൂടുതൽ ഇത്രയും നല്ല പാതകൾ സാധ്യമായി എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. നാട്ടിലുള്ളവരെ, കേരളത്തിലുള്ളവരും പ്രവാസികളായിട്ടുള്ള ഒരുപാട് ആൾക്കാരും ഒരുപക്ഷെ കഷ്ടപ്പെട്ട റോഡുകളായിരിക്കാം ഇത്. മുമ്പ് നമ്മളെക്കാട്ടി മുമ്പ് വന്ന പ്രവാസികൾ കാട്ടിത്തന്ന വഴികളിലൂടെയാണ് നമ്മളിപ്പോഴും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്.